പ്രതീക്ഷകൾ തന്നെയാണ് എപ്പോഴും സമുദായങ്ങളെ, സമൂഹങ്ങളെ, മനുഷ്യനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഏത് കാലത്താണെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്, പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അതിർവരമ്പുകളെ പരിമിതികളായി കാണാതെ വരക്കപ്പെടുന്ന അതിർത്തിയെ മനോഹരമായ ഭൂപടങ്ങളാക്കി ചിത്രീകരിക്കുന്ന, മാറ്റുന്ന മനോഹരമായൊരു പ്രതിഭാസമാണ് സത്യത്തിൽ പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെ സുന്ദരമായ പൂക്കൾ കൊണ്ട് നേരിടാൻ പറ്റുന്നിടത്താണ് യഥാർത്ഥത്തിൽ ജീവിതം അർത്ഥവത്താകുന്നത്. വിശ്വാസിയുടെ കാര്യം എന്തൊരു അത്ഭുതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കുന്നു. അനുകൂല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നു. രണ്ടായാലും വിശ്വാസിക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നല്ല. വിശ്വാസിയുടെ തനതായ ജീവിതം ജീവിക്കുകയും അതിലൂടെ ഇത് വിജയത്തിലേക്ക് എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷ എപ്പോഴും അവനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. പുതിയ കാലത്തേക്ക് വരുമ്പോൾ പ്രതീക്ഷ കെട്ടുപോയി, അല്ലെങ്കിൽ പുതിയ തലമുറ ഉദ്ധരിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ കൊണ്ട് ചില സെലിബ്രിറ്റികളെങ്കിലും പുതിയ തലമുറ അങ്ങനെ വളരുന്നു, ഇങ്ങനെ വളരുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറയൊക്കെ വളരെ പുച്ഛത്തോടെ കാണുകയും ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്, സമൂഹത്തിൽ ഇനി ഒരു നന്മയുടെ ഒരു പൂക്കാലം ഇനി വരാനില്ല എന്നുള്ള രൂപത്തിലേക്ക് ചില സ്ഥാപനങ്ങൾ നടത്താൻ ചിലരെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹാത്തിമെ, പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംസാരിക്കുന്ന സമയത്ത് പുതിയ തലമുറ, സത്യം പറഞ്ഞാൽ പുതിയ തലമുറയെ നോക്കിക്കാണുന്ന നമുക്ക് പ്രതീക്ഷ കെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷയുടെ പൂക്കാലം ഇനി വരാനില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടാവും? ഞാനിങ്ങനെ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഹോപ്പ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്നിങ്ങനെ പറയാറുണ്ട് പലരും. ശരിക്കും ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത് പ്രതീക്ഷ അത്ര അപകടം പിടിച്ചൊരു വാക്കൊന്നുമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളിങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നിരന്തരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രതീക്ഷയുടെ ചില വർത്തമാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ പുതിയ കാല വിദ്യാർത്ഥിത്വത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളത്, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഇനി പ്രതീക്ഷിക്കാൻ വകയില്ലാത്തൊരു കൂട്ടരാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നിടത്തു നിന്നാണ് നമ്മൾ അമേരിക്കയിലുള്ള ക്യാമ്പസുകളിൽ നിന്ന്, ഇപ്പോൾ നമുക്കറിയാം പലസ്തീനിലൊരു വിഷയം നടക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ നടത്തേണ്ട പല അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾ, അവർ പോലും ഇങ്ങനെ മൗനം അവലംബിച്ചിരിക്കുന്ന ഒരു സമയത്ത് അതിനെതിരെ ശബ്ദിക്കാനും, തങ്ങൾക്ക് അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ എന്ത് അപകടമാണ് തങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പോലും നോക്കാതെ അതിനെതിരെ ശബ്ദിക്കാൻ മുന്നോട്ടേക്ക് തയ്യാറായി വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളാണ്. അപ്പം ഒരു ഭാഗത്ത് ഇതിനൊക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനൊക്കെ കഴിവുള്ള ഒരു വിദ്യാർത്ഥിത്വം വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രതീക്ഷയാണ് എന്നാണ് പുതിയ കാലത്തെ നമ്മളിങ്ങനെ സമീപകാലത്തുള്ള ചില വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്ക് ജയപ്രകാശ് നാരായണനാണെങ്കിലും അല്ലെങ്കിൽ നവനിർമ്മൻ സമരങ്ങളാണെങ്കിലും ഇതിലൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, പിന്നെ നമ്മളിപ്പം പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം എത്ര നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇതൊന്നും നടക്കില്ല എന്ന് തോന്നാനുള്ള ഒരു അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഈ ലോകം എത്രത്തോളം വിശാലമാണ്, ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു ലോകത്ത്, അല്ലെങ്കിൽ ഇത്രയും കോടാനുകോടി ജനങ്ങൾ കഴിഞ്ഞു പോയ ഒരു ലോകത്ത് പലരും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ലാത്ത ചില മാറ്റങ്ങൾ, അവരൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചിട്ടും നടന്നു വരാത്ത ചില മാറ്റങ്ങളുണ്ടല്ലോ. അതൊക്കെ ഞാനൊരു വ്യക്തിയെ കൊണ്ട് എങ്ങനെ അങ്ങനെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം ശരിക്ക് ഈ കുട്ടികളുടെ ഉള്ളിൽ ഉയരുന്നത് കൊണ്ടും കൂടി ആവാം ചിലപ്പോൾ അവർ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടടിയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതിന് ശരിക്കും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റലായിട്ട് മൗലികമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കാകുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ. പക്ഷെ അതിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു നിരാശ, പ്രതീക്ഷയുടെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് പറയാൻ പറ്റുക നിരാശ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള തോന്നുന്ന ഒരു സാധനമാണല്ലോ. ഈ ഒരു സാധനം വരുന്ന സമയത്ത് നമ്മൾ പിന്നോട്ട് വലിക്കാൻ, ചില കുട്ടികളെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്.
അതിന് നമുക്കുള്ള പ്രതിവിധി പരിഹാരം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കുത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരാൾ ചെയ്താൽ എന്തെങ്കിലും നടക്കുമോ, അല്ലെങ്കിൽ ഞാനൊരാൾ ഇതിനിറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അതിന് ശരിക്കും എന്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളിറങ്ങിയാലും ഇതൊക്കെ നടക്കും എന്നുള്ള ഒരു സാധനം കുട്ടികൾക്ക് കൊടുക്കണം. നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ. അതിന് കൂടെ നമുക്കൊരു പ്രതീക്ഷ എന്നുള്ള സാധനം കൂടിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയെ തോൽക്കുന്നതോടുകൂടി നമ്മളിത് തീർന്നു. ഇനി അടുത്തൊരു അറ്റംപ്റ്റിലും കൂടി ഞാൻ ട്രൈ ചെയ്തെങ്കിലേ അതിൽ ഞാൻ വിജയിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയാണല്ലോ അടുത്തൊരു മത്സരത്തിലേക്ക് വീണ്ടും ആ കുട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തീർന്നിട്ടില്ല, ഇതൊന്നും തീർന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമ്മൾ ഒരു സാധനം തീരുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, ആണോ ഞങ്ങൾ പറഞ്ഞില്ല ഇത് തീർന്നിട്ടില്ല, പക്ഷെ അത് കഴിയും, ആർക്കും പറയാം, ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം പറഞ്ഞാലേ. പക്ഷെ അതല്ല, ഇപ്പം ഒന്നാം ഘട്ടത്തിൽ വേണം ക്ഷമ എന്നാണല്ലോ. നമ്മൾ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേണം ആ ക്ഷമ. ഇപ്പോൾ നമ്മളുടെ ഒരു ആഭരണം നഷ്ടപ്പെട്ടു പോയി, നമ്മളത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ചെയ്യാനുള്ളത് അവിടെ തപ്പുക എന്നുള്ളതാണ്. അത് കിട്ടേണ്ട സാധ്യത അവിടെ ഉള്ളത്, ഒന്നെങ്കിൽ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ഇപ്പം അത് മുന്നേ വിധിക്കപ്പെട്ട് കഴിഞ്ഞു, അത് ഒന്നെങ്കിൽ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. കിട്ടിയാൽ നമുക്കത് സന്തോഷം, ആഭരണം കിട്ടി. ഇനി കിട്ടില്ല എന്നാണ് വിധിയെങ്കിൽ നമ്മൾ കുറേ ബേജാറായതുകൊണ്ട് സത്യത്തിലവിടെ കാര്യമില്ല. നമുക്ക് കഴിയുന്ന നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. ആ ചെയ്യലോടുകൂടി നമ്മളുടെ പോർഷൻ ഏകദേശം തീർന്നു. ഈ നമ്മൾ ചെയ്താൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കൊണ്ട് ഒരാൾ മാത്രം ഇറങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സമുദായം, ഒരു സമൂഹം മാത്രം, ഒരു സംഘടന മാത്രം ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഇവിടെ ഉണ്ടായ കുറേ റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകളെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് പുതിയൊരു കാലത്തെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ധ്രുവിനെയൊക്കെ പറയാം, ധ്രുവരാത്രിയൊക്കെ പറയാം. ഇപ്പോൾ അതിലുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മാത്രം പ്രവർത്തിച്ചിട്ട് ഇവിടെ എന്തുണ്ടായി. ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് പുതിയ കാല ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തീർന്നു എന്ന് തോന്നിയൊരു സമയമായിരുന്നല്ലോ, ഇന്ത്യൻ പൊളിറ്റിക്സ് തീർന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ട് ഇല്ലേ? ഷമീറിന് ഇപ്പം എന്താ തോന്നുന്നത്? ഇപ്പം എല്ലാവർക്കും വന്ന ഒരു പ്രതീക്ഷയെക്കുറിച്ച് ഷമീറിന് എന്താ പറയാനുള്ളത്? ഷിബിൽ ഉസ്താദ് പറഞ്ഞ പോലെ ധ്രുവരാജ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് ഈ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നിടത്തു നിന്നാണ് സ്വന്തം കഴിവുകൊണ്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയിലൂടെയും ഒരു ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ടും തനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഇടപെട്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തെ പൂർണ്ണമായിട്ട് മാറ്റാനൊക്കെയുള്ള ശ്രമം നടത്തിയതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ധ്രുവരാജ്. അദ്ദേഹം ഒരു ജർമ്മനിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ക്രൂശിക്കുക എന്നുള്ളത് അടിസ്ഥാനത്തിലല്ല, ഒരു ഭരണത്തെ ക്രൂശിക്കുക അല്ലെങ്കിൽ ഇതിനെ താഴ്ത്തി കിട്ടണം, പരിഹസിക്കുക എന്നുള്ള രൂപത്തിലല്ലാതെ ജനങ്ങൾ ഈ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കേണ്ട പ്രവർത്തനത്തിന് എതിരായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഒരു രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സംഭവിക്കേണ്ടതിന് എതിരായി നടക്കുമ്പോൾ, മറിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പം അതിനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു ജനങ്ങളിലേക്ക് എത്തിപ്പിച്ചു എന്നുള്ളതാണ് ധ്രുവരാജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2024 നടന്ന പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും പ്രതിരോധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തോന്നലുകൾ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം സത്യമാണ്. അപ്പൊ ധ്രുവിന് മുമ്പേ പ്രതീക്ഷയുണ്ട് മുമ്പ് ധ്രുവിന് ഇപ്പൊ എല്ലായിടത്തു നിന്നും കിട്ടിയ ഒരു അംഗീകാരങ്ങൾക്ക് മുമ്പേ ധ്രുവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ഏരിയകളിൽ അവിടെയാണല്ലോ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ബോധം കുറവാണ് എന്നൊക്കെ പറയുന്ന ഒരു ചിന്താധാര നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ചില ആളുകൾക്കെങ്കിലും അത് തോന്നാറുണ്ട്. അതിനെല്ലാം മാറ്റുന്ന രൂപത്തിലായിരുന്നു. അഥവാ ഉത്തരേന്ത്യൻ മേഖലകളിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിൽ അല്ലെ പ്രതീക്ഷ നമുക്ക് ഇനിയും തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഉത്തരേന്ത്യയിൽ കാണാൻ പറ്റി. അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. അത് ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് എന്നതാണ്. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുണ്ടായിരിക്കും. അത് നമുക്കുള്ളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രതിരോധം അത് ഏതാണോ
അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തത് ഫാക്റ്റുകളെ ഓർഗനൈസ് ചെയ്തു, അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചു. ആ അവതരണം സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലായി എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് ഒരു ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ട് ആളുകൾക്കും അല്ലെങ്കിൽ എഴുത്തുകാരന്മാർ പോലെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ച് തരികയാണ് സത്യത്തിൽ. ഇപ്പോൾ ഇതേ ഒരു സാധനമാണ് നമുക്ക് പലപ്പോഴും ക്യാമ്പസിലും കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രകടനങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സാഹിത്യോത്സവം പോലെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് ചോദിക്കും, നമ്മളവിടെ കുട്ടികൾ കവിത എഴുതുന്നത് ഒരു പക്ഷേ വലിയ വലിയ വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പലസ്തീനിലെ ഗസയിലൊക്കെ അവിടെ ആളുകൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ കവിത എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിന് വലിയ മാറ്റം ഉണ്ടാക്കും, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് മഞ്ചേരിയിലെ ഇങ്ങനൊരു സാധനം ഇങ്ങനെ വരും. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഇപ്പം ഇന്ത്യയിലേക്ക് തന്നെ ഈ പൗരത്വ സമര കാലത്തൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു സമരത്തെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അറിയപ്പെട്ടത്? അത് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികൾ അവർ രംഗത്തേക്ക് ഇറങ്ങുകയും അവരൊരു പക്ഷേ തുടക്കത്തിൽ ഒരു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അതിന് വലിയ മീഡിയ കവറേജ് കിട്ടുകയോ അല്ലെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അവരുടെ ഈ സമര പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഇതേപോലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയുടെ ഒരു കേന്ദ്രമായിട്ട് വർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷയെ കൂട്ടിപ്പിടിക്കാന്ന് അറിയുന്നുണ്ടല്ലോ. പക്ഷെ അതോടുകൂടെ നേരത്തെ ഷമീർ പറഞ്ഞ ആകുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം ഉണ്ട്. അത് പുതിയ കാല ഈ തലമുറ അല്ലെങ്കിൽ ഈ പുതിയ വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളിൽ നല്ലോണം കാണാനും കഴിയുന്നുണ്ട്. ശരിക്കും നമുക്ക് ഒരു ഉപദേശമായിട്ട് നിങ്ങൾ പ്രതീക്ഷ വെക്കണമെന്ന് ഉപദേശിക്കേണ്ട ഒരു കാലമായി മാറി. കാരണം പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളൊരു സാധനം വന്നല്ലോ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. പരിഹാരമാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്ത വേണം. അപ്പോൾ ആദ്യം ധ്രുവർ മനസ്സിലാക്കിയത് ഇപ്പോൾ ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു അതിൻ്റെ പരിഹാരമാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അത് അതിൻ്റെ വൃത്തിക്ക് ആകുന്ന പോലെ അതാണ് നമ്മളെപ്പോഴും നോക്കണമല്ലോ. ഇപ്പം തക്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും ആദ്യം നിങ്ങൾ ഇന്ന രൂപത്തിൽ തക്വ ചെയ്യണമെന്ന് രണ്ടാമത് തിരുത്തിയിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന രൂപത്തിൽ നിന്നുള്ളൊരു സാധനത്തേക്ക് എത്തുന്നുണ്ടല്ലോ. നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുക എന്നുള്ള അതാണ് തക്ലീഫ്. നമ്മളോടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുക, അതാണല്ലോ രാഷ്ട്രീയം, ആകുന്നത് ചെയ്യുക എന്നുള്ള. ഈ ഒരു രാഷ്ട്രീയത്തിൽ ആകുന്നത് ചെയ്ത ഒരാളായിരുന്നു ധ്രുവ്. റിസൾട്ട് ഉണ്ടായി. അത് കാരണം ഇന്ത്യ ജയിക്കുന്നു, ഇന്ത്യ തീർന്നു പോകുന്നു എന്ന് പറഞ്ഞ ഒരു ഭീതി ഇവിടെ പലരും പരത്തി. ഡു ഓർ ഡൈ എന്നുള്ളത് ഇനി ഒരു മാർഗമുള്ളൂ, പിന്നെ അടിച്ചു തീരണം അല്ലെങ്കിൽ സായുധ സമരങ്ങളിലേക്ക് നമ്മൾ പോയേ തീരൂ എന്നുള്ളത് ചിലരെങ്കിലും ഇവിടെ ഒരു മതരാഷ്ട്രീയവാദികളെ പോലെയുള്ള ചിലരെങ്കിലും അത് ഒരു ഭീതി പരത്താൻ ശ്രമിച്ചപ്പോ അല്ല നമ്മളൊന്നും പറഞ്ഞത് നമ്മൾ പ്രതീക്ഷ എന്നുള്ളതായിരുന്നു. ഇപ്പൊ 140 കോടി അല്ലെങ്കിൽ 130 കോടി ജനങ്ങൾ എല്ലാവരും പ്രതീക്ഷയിലേക്ക് എത്തി. അതും അടുത്തൊരു പ്രതീക്ഷ സത്യം പറഞ്ഞാല് അത് പ്രതീക്ഷയുടെ പരിഹാര മാർഗങ്ങളുടെ അല്ലെങ്കിൽ വിജയങ്ങളുടെ അടുത്തൊരു ഘട്ടമാണല്ലോ. അപ്പം നമ്മൾ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഉണ്ട്, രണ്ടാം ഘട്ടത്തിൽ ഇതാണ് നടക്കാൻ പോകുന്നത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം അവർക്ക് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അവർ പ്രതിപക്ഷമായി നിൽക്കാമെന്ന് ഇപ്രാവശ്യവും പറഞ്ഞത്. നമുക്ക് പ്രതീക്ഷയുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പോരാടാൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന സഖ്യം രൂപപ്പെടുന്നു. ആ സഖ്യം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കാം എന്നുള്ള ഒരു ആലോചന തന്നെ അവർക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ പ്രതീക്ഷ അടുത്ത 5 വർഷമായിരിക്കും. ഇത് ഒരു വലിയ അനന്തകാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വെറും 10 വർഷത്തെ കാലയളവ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു മാറ്റം. ലോകത്തിന്റെ ജനനം മുതൽ ഇപ്പോഴുള്ള കാലം വരെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ 10 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കടുകുമണിയോളം ചെറുതാണ്. അല്ലെങ്കിൽ അത്ര പോലും പറയാനില്ലാത്ത ചെറിയൊരു കാലത്ത് ഉണ്ടാകുന്ന ഒരു ഭീതി കൊണ്ട് ഇന്ത്യ തീർന്നു എന്ന് പറഞ്ഞുള്ള ഒരു ആവലാതി ശരിക്കും അർത്ഥമില്ല. നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത്രയും ദേശീയവാദികളും നവോത്ഥാന നായകന്മാരും ഒക്കെ പ്രവർത്തിച്ച് 200 വർഷം ഒരു 10 വർഷം 15 വർഷം പോരാടിയിട്ട് 15 വർഷമായി ഇന്ത്യ കൊളോണിയൽ കരങ്ങളിലാണെന്ന് പറഞ്ഞിട്ട് അവർ സമരം നിർത്തിയിരുന്നെങ്കിൽ തീർന്നു പോയിരുന്നു. പക്ഷെ നിർത്തിയില്ല. പ്രതീക്ഷയാണ്. അവിടെ ഓരോ നേതാക്കൾക്കും പ്രതീക്ഷ ഉള്ളത് കൊണ്ടായിരുന്നു അത് സംഭവിച്ചത്. പ്രതീക്ഷ പറയുമ്പോഴേ നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് പ്രതീക്ഷയെ കുറിച്ചുള്ള സംസാരത്തിൽ ഫലസ്തീൻ ഇല്ലാതെ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇങ്ങോട്ട് തോക്കി ചൂണ്ടുന്ന സമയത്തും തിരിച്ച് വിരൽ ചൂണ്ടാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഇതെല്ലാം കലങ്ങിത്തെളിയും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ. ഇപ്പം നമ്മൾ തന്നെ പറയുന്ന ഏറ്റവും വലിയ ഒരു ആപ്തവാക്യം ഈ സമയം കടന്നു പോകുന്നുള്ള. പക്ഷെ അവിടെയുള്ള ഒരു കാര്യം നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രതീക്ഷ ഒരു അപകടമായി മാറുമെന്നുള്ളൊരു പേടി ഫലസ്തീൻ വിഷയത്തിലുണ്ടോ? നമ്മൾ പ്രതീക്ഷയെ അത്ര ഒരു മോശപ്പെട്ടൊരു വാക്കായിട്ട് നമ്മളിങ്ങനെ കാണേണ്ടതുണ്ട് എന്ന് തോന്നില്ല.
നേരെ മറിച്ച് അവിടെ പലപ്പോഴും പല ആളുകളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറിയ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു പ്രവർത്തനങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അമേരിക്കയിലെ ഏതോ ഒരു പൂമ്പാറ്റയുടെ ചിറകടിയുടെ കാറ്റുകൊണ്ടാണ് ഇവിടെ വലിയ സൈക്ലോൺ. അതേപോലെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായേക്കാം. കാരണം നമ്മൾ ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം. കാരണം ആളുകൾ എപ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ പലസ്തീൻ വിഷയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം നടക്കുന്നൊരു സംഗതി അല്ലല്ലോ, എത്രയോ കാലമായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോഴും എപ്പോഴാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും നമ്മൾ നിരന്തരമായിട്ട് ഇത് കേൾക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതും ഇതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കണം എന്നുള്ളതൊക്കെ എപ്പോഴാണ് നമ്മുടെ ഒരു അജണ്ടയായിട്ട് മാറുന്നത്. നമ്മുടെ മീൻസ് നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അവിടെയൊക്കെ ശരിക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം നിരന്തരമായി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അതിനാണ് ഇപ്പോൾ നേരത്തെ ഷെമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ രൂപത്തിൽ നമ്മൾ നിരന്തരമായി പ്രതീക്ഷ വെക്കുക എന്നുള്ളത്. അപ്പം പ്രതീക്ഷ വെക്കുന്നതോടുകൂടെ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെ, സത്യത്തിൽ ആ പ്രതീക്ഷ പറയുന്നിടത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആളുകളുമുണ്ട്. അവർ കർഷകർ, നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ തരേണ്ടവരാണ് മാധ്യമങ്ങൾ. അവർ ഇപ്പോഴെങ്കിലും ഈ പ്രതീക്ഷ നൽകുന്ന പല വാർത്തകളും നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ ഇടപെട്ടൊരു രീതിയുണ്ട്. ആ കാലഘട്ടത്തിലുള്ളൊരു പത്രമാണല്ലോ, ഫുള്ള് ബ്ലാക്ക് കൊടുത്തിട്ട്, അഥവാ മുഖപത്ര ഭാഗത്ത് ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ട്, എമർജൻസിൻ്റെ സമയത്താണ്, എമർജൻസി സമയത്ത് ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ട് പ്രതിരോധം തീർക്കുന്ന രൂപമുണ്ട്. മാധ്യമങ്ങൾ പക്ഷെ ആ ഒരു അവരത് മറന്നു പോയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പോലും പ്രതീക്ഷ കൊടുക്കുന്ന ഒരു റിസൾട്ടായിരുന്നു മാറാം. അല്ലെങ്കിൽ മാധ്യമങ്ങളും മാറേണ്ടതുണ്ട്. ഒരാളുടെ ഇംഗിതക്കനുസരിച്ച് മാത്രം നമ്മളും പറയാം മാധ്യമങ്ങൾക്ക് ചില പിന്നെ ശരിയല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് അത് മാറും, തിരിച്ചു വരും, അതും കലങ്ങി തെളിയുന്നുള്ള ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു അറക്കുണ്ട് എന്നുള്ളൊരു തിയറി ഉണ്ടല്ലോ. എങ്ങനെയായാലും നമ്മൾ എത്ര കലക്കി വെച്ചാലും ഇത് എന്തെങ്കിലുമൊക്കെ കാറ്റടിച്ച് അല്ലെങ്കിൽ ഒരു പഴക്കം കൊണ്ടെങ്കിലും ഇതൊക്കെ കലങ്ങി തെളിയുന്നുള്ളതാണ്. അത് ഇപ്പം അതാണ് ആദ്യം പറഞ്ഞ പിന്നെ മുഅ്മിന്റെ കാര്യത്തെ എന്തൊരു അത്ഭുതമാണെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഇത് പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് ഇത് പ്രയാസമാകും, ഞാൻ പ്രയാസം എന്ന് പറയാൻ പോലും പേടിയാണ്. കാരണം ഇത് പ്രയാസമാകുന്നത് പോലും നമ്മളുടെ ചില നിഗമനങ്ങൾ കൊണ്ടാണ്. ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നുന്ന സമയത്താണല്ലോ ഒരു പ്രയാസം വരുന്നത്. അതെ, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആശയം തന്നെയാണല്ലോ ഒരേ സമയം ഭയം ഉണ്ടായിരിക്കും, അതേസമയം പ്രതീക്ഷ കൂടി ഉണ്ടായിരിക്കണം. ഭയത്തോടൊപ്പം തന്നെ പ്രതീക്ഷ കൂടി ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം ബൈനൽ ഖൗഫി വറജായി എന്ന് പറഞ്ഞത്. ഈ പ്രതീക്ഷ കൊണ്ടുണ്ടാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിർഭയത്വമാണ്. പിന്നെ നമുക്കൊന്നിനും പേടിയില്ലല്ലോ. ഇപ്പം നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് എന്താ പറയുന്നത്, ഈമാൻ എന്നാണ്. ഇസ്ലാം അതിൻ്റെ ടേം ഈമാൻ എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്ന അർത്ഥമാകുന്ന അമ്നെന്നുണ്ടാകുന്നതാണ്. സംഭവിക്കുന്ന അള്ളാഹു എന്ന ഒരു പരിപൂർണതയിൽ അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനത്തിലേക്ക് വളരുന്ന സമയത്ത് മുഅ്മിന് പിന്നെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നിർഭയത്വമാണ്. പിന്നെ പേടിയില്ല, പിന്നെ ഒന്നിനെ കുറിച്ച് നമ്മൾ പേടി നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വന്നു, നമുക്ക് പറയാം ഇത് ഒരാൾ ജയിച്ചു തോറ്റു, കാരണം മാർക്ക് അതിൽ കട്ട് ഓഫ് ഉണ്ട്. നമുക്കത് ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ ബദർ യുദ്ധം നോക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. പ്രതീക്ഷ വെക്കുമ്പോഴാണല്ലോ പറഞ്ഞ പോലെ തീർന്നു എന്നുള്ള ധാരണയിൽ നിർത്തണം. 1000-ഓളം ആൾക്കാരോട് ഒന്നും ആലോചിക്കാനില്ല എന്ന് പറയുന്നിടത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വിജയം കിട്ടിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ മാർക്കിലൊക്കെ കട്ട് ഓഫ് ഉണ്ട്, ജയിച്ചു തോറ്റു എന്ന് നമുക്ക് പറയാം. ഒരു ജീവിതത്തിൽ നമ്മൾ ജയിച്ചു തോറ്റു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സമൂഹം ഇവിടെ തോൽക്കാൻ പോവാണ് എന്ന് പറയാൻ അങ്ങനെ ശരിക്കും ഒരു ക്രൈറ്റീരിയ അല്ലല്ലോ. പക്ഷേ അവിടെ വേറെ സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഈ പുതിയ കാലത്തെ തലമുറ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവൊരു ടോക്കുണ്ട്, പഴയ തലമുറയായിരുന്നു ഏറ്റവും നല്ലത്, പുതിയ തലമുറ ഞങ്ങളെ കാലത്താണെന്നുള്ള ഈ ഒരു സാധനം നമ്മൾ നിരന്തരം തന്നെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പലപ്പോഴും ചില സംഗതികളൊക്കെ അവർ പറയുന്നതിലും ശരിയുണ്ട് എന്നുള്ള രീതിയിൽ ചില സംഗതികൾ ഇങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്. അത് നമ്മൾ തെറ്റിനെ ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഈ ബുൾജറ്റ് വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഈ വിദ്യാർത്ഥികളായിട്ടല്ല ചെറിയ കുട്ടികൾ അവർ ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചതെന്നുള്ളത്. അതേപോലെ അവരുടെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില ഇടപെടലുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രതീക്ഷയെക്കുറിച്ച് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ കൂടെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നഷ്ടപ്പെട്ടവരാണോ അല്ല, ഇവര് എന്ത് തരത്തിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ളൊരു സാധനം കൂടെ അല്ല അങ്ങനെ ഉണ്ടാവുന്നുള്ളല്ലേ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇതൊന്നും ഇപ്പൊ തുടങ്ങിയല്ല.
നമ്മളിപ്പോൾ കുറേ പ്രയാസം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നാലിന്ന ബുദ്ധിമുട്ട് ഇന്നാലിന്ന തിന്മ സാമൂഹിക തിന്മ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയൊന്നല്ലോ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ OPM വാർ എന്നൊക്കെ പറഞ്ഞ യുദ്ധം നടന്നിട്ടില്ലേ? അപ്പോൾ ഇപ്പറഞ്ഞ സാധനങ്ങൾ നമ്മളിപ്പോൾ അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ സംഘടനക്കകത്ത് ചില വിള്ളലുകളുണ്ടാകും, അല്ലെങ്കിൽ ചില സംഘടനക്കകത്ത് നേതാക്കളും അണികളും തമ്മിൽ അടികളുണ്ടാകും. ഇതൊക്കെ പറഞ്ഞ സാധനങ്ങളല്ലേ, ഇതിൻ്റെയൊക്കെ ഭീകര രൂപങ്ങൾ കഴിഞ്ഞു പോയല്ലോ. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ നോക്കിയാൽ ഇതിനൊക്കെ വലിയ വലിയ തർക്കങ്ങളും വലിയ യുദ്ധങ്ങളും നടന്നുപോയി. അപ്പം ഇപ്പം എന്തോ സുന്നത്തെ ജമാഅത്ത് അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യൻ ഒക്കെ എന്തോ വലിയൊരു ഭീതിയെ നേരിടുന്നു എന്നുള്ളൊരു സ്ഥാനം, അങ്ങനെ ഒരു സംഗതി ആരോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വളരെ വളരെ അത് അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയേണ്ട സാധനമാണ്. കാരണം ഇതിനേക്കാളൊക്കെ എത്രയോ വലുത് നടന്ന് പോയ ഒരു നാട്ടിൽ വന്നിട്ട് ഇതെന്തോ വലിയ ഭീതിയാണ്, നമുക്ക് പ്രതീക്ഷയൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം തീരാൻ പോവാണെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നുണ്ട്. അത് തീരാൻ പോകുന്നു. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ വർഷത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കുട്ടി ഒന്ന് ചോദിക്കുന്നുണ്ട്, സാറേ ആരാണ് വിജയിച്ചതെന്ന്. ആ കുട്ടിക്ക് ജനാധിപത്യത്തിലുള്ളൊരു വിശ്വാസമാണത്. അവർക്ക് പോലും, ആ കുട്ടികൾക്ക് പോലും അടുത്തതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു 6ാം വയസ്സിൽ അതേപോലെ തന്നെ വേറെ സാധനം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു ഇലക്ഷൻ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നമ്മുടെ രാജ്യത്ത് എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു ശരിക്കും അവിടെയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പോലും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പലപ്പോഴും ഒരു ചെറിയ കൂട്ടം എന്ന് പറയുന്നത് പോലും ഒരു വളരെ ചെറുതല്ല ശരിക്കും തത്വത്തിൽ. പിന്നെ ഒരു ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ തന്നെ ഇപ്പോൾ അടുത്ത് വേറെ വിവാദം ഉണ്ടായല്ലോ. ഇപ്പോൾ ഇനി വരുന്ന തലമുറ നിങ്ങൾ പറയുന്ന പോലെ രാഷ്ട്രീയം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചു. ഈ ഇലക്ഷനോടെ തന്നെ നമ്മൾ ചിലതൊക്കെ തെളിയിക്കുകയാണ്. അത് പറഞ്ഞല്ലോ, ഈ തിന്മ അല്ലെങ്കിൽ വഴികേട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനകത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ മുഴുവനും വിചാരിക്കുന്നത് അവർ ജയിച്ചുകൊണ്ടിരിക്കുക അവർ പറയാൻ ശ്രമിക്കുന്നതും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അവരല്ലേ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രതീക്ഷയുടെ ഒരു വശം തിരിയാത്തത് കൊണ്ടുകൂടിയാണ് അവരിങ്ങനെ ഇതാണ് ഈ ഒരു ഭീതിയെ ഇനി ജയിക്കുള്ളൂ എന്നുള്ള ഒരു പിന്നെ ആശയം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും, പിന്നെ ഒരു നിലക്കാണ് രോഗേ പകരുള്ളല്ലോ, ആരോഗ്യം പകരൂല. അപ്പൊ ആ ഒരു സാധനം പകർത്താൻ സുഖമാണ്. 30 സെക്കൻഡ് ഒരു 30 സെക്കൻഡിലെ റീല് മതി അവർക്ക് ഒരു സാധനം കുത്തിവെക്കാൻ. നമുക്ക് ആ ഒരു ഭീതി പരത്താൻ അത്ര മതി, അത്രയും വേണ്ട. നമുക്ക് ആ ഒരു ഭീതിയെ മായിച്ച് പുതിയൊരു പ്രതീക്ഷയെ സ്ഥാപിക്കണമെങ്കിൽ കുറച്ച് അധികം സമയം വേണ്ട. ആ സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. കലാപ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യവാദ സമയത്തുള്ള ശരിക്കും നമ്മൾ പലപ്പോഴും SSF ഇങ്ങനെ പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതും ഇത്തരത്തിലുള്ള ചില ആശയങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഈ ബി ദ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മളൊരു സോഷ്യൽ അസംബ്ലിയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും പറയുന്നത് ബി ദ ചേഞ്ച് എന്നുള്ളത് നമ്മൾ മാറ്റാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാറുക എന്നുള്ളത് പറയും പ്രതീക്ഷയോടുള്ള മാറ്റാണ്, പോസിറ്റീവ് മാറ്റം. അത് തന്നെ ഈ നെഗറ്റിവിറ്റിക്ക് വേരായിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടുകൂടിയാണ്. ശരിയാണത്, ചില തെറ്റുകൾ ഉണ്ടല്ലോ. നമ്മളിപ്പം ഇവിടെ അസത്യങ്ങളില്ല, കള്ളത്തരങ്ങളില്ല, വളത്തരങ്ങളില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും അല്ലല്ലോ. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും അല്ല. ഇവിടെ തിന്മയും തെറ്റൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ മുച്ചൂടെ നശിപ്പിക്കും. എന്നിട്ട് തിന്മയെ മുഴുവൻ അർത്ഥം മാറ്റി അവിടെ നന്മയുടെ വിത്ത് പാകും. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം സമയം ചിലപ്പോൾ അത് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് അതെന്താണ് ഒരു പ്രശ്നമായിട്ട് ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ സമയമെടുത്ത് ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പിന്നെ നമ്മൾ എത്ര ഈ സോഷ്യൽ സാധനങ്ങൾ നമ്മളിതൊക്കെ കഴിഞ്ഞു തെളിയെന്ന് പറയുമ്പോഴും നമുക്കിപ്പം റഹ്മത്തില്ല എന്നുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിൽ, കാരുണ്യത്തിൽ നമ്മൾ നിരാശരായി പോകരുത്, ഹതാശരായി പോകരുത് എന്ന് വലിയൊരു അധ്യാപനം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കിനി എന്ത് വന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഫലസ്തീനികൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, ഇങ്ങോട്ട് തോക്ക് ചൂണ്ടുമ്പോൾ അങ്ങോട്ട് വിരൽ ചൂണ്ടാൻ അതിൽ നിന്നൊരു ഉണ്ട വന്ന അതിനേക്കാൾ പവറുള്ള ഉണ്ട ഇവിടെ അങ്ങോട്ട് പോകുമെന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ആ ഒരു സാധനം അള്ളാഹുവിന്റെ കാരുണ്യം എന്നൊക്കെ പറഞ്ഞ്, അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, നന്മയിൽ അധിഷ്ഠിതമായ ഒരു മാറ്റം. ആ മാറ്റം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് പറഞ്ഞാൽ പ്രതീക്ഷ വിടാതിരിക്കുക, ആകുന്നത് ചെയ്യുക. ഇതന്നെ നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവര്. അതെ നിങ്ങളെ ഷമീറിനെ നേരത്തെ പറഞ്ഞ ബദ്രീങ്ങളുടെ കഥ അതിന് ഉദാഹരണമാണ്. അവര് 300 ആളെ വെച്ചിട്ട് പോയാൽ 1000 ആൾ എന്ത് ചെയ്യും, അവര് ഇത്ര കുതിരകൾ, ഇത്ര ഭരണ സംവിധാനം അപ്പുറത്തുണ്ടെങ്കിലും ഒരാൾ മതി എന്നുള്ളത് വേറൊരു മനുഷ്യൻ തെളിയിക്കുന്നു. അത് പറഞ്ഞ പ്രതീക്ഷ ഇപ്പൊ അസോബ്രീന്ത സ്വതമത്തിൽ വരാന്ന് പറയും. ഇപ്പൊ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ആ പ്രതീക്ഷ വെക്കണം.
അല്ലാതെ ഇതൊക്കെ കലങ്ങി തെളിഞ്ഞതിന് ശേഷം വേണ്ട, അത് പ്രതീക്ഷ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ തെളിയിച്ചെടുത്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആ പ്രയാസം വരുന്ന സമയത്ത് പ്രതീക്ഷയാണ് നമ്മളുടെ സമരായുധം എന്ന് പറയാൻ കഴിയണം. അവിടെയാണ് അത് പറയാൻ കഴിയുന്നതാണ് ഗഡ്സ്. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വീണ്ടും വരുമ്പോൾ രാഹുൽ ഗാന്ധിനെ എടുത്ത് വെക്കേണ്ടത് തോന്നുന്നു. കാരണം എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് അയാൾ നടക്കുന്നത് ഭാരത് ജോഡോ യാത്ര. അത് അടിസ്ഥാന വർഗത്തെ മുഴുവനായിട്ടും കേട്ടിട്ടാണ് അയാൾ പോകുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിലെ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ദരിദ്രരെ കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ അടുത്തേക്കൊരു ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്നും എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് രാത്രി ഭക്ഷണം വെച്ച് തരാഞ്ഞിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പെണ്ണ് ദരിദ്രരായി അല്ലെങ്കിൽ ഈ ഒരു കുടുംബം ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്, അഥവാ ദരിദ്രരെ പോലും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിയത് കൊണ്ടാണ് സത്യത്തിൽ ആ ഒരു മാറ്റം സത്യത്തിൽ കണ്ടത്. അവിടെ ജനങ്ങൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പം കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ, മനസ്സമാധാനം. ഇപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ഇസ്ലാമിക വശം പറയുന്നതിലൊന്നും വിചാരിക്കരുത്. ഇപ്പം റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു മുഅ്മിനിന്റെ എല്ലാ കർമ്മങ്ങളും എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, മോശം കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അവന് വേണ്ടി പാപമോചനത്തെ തേടുന്നുണ്ട്. ഇതിന് ശേഷം ഞങ്ങളുടെ ഉസ്താദ് ഹക്കീം അസീരി ഉസ്താദ് മുഖാത്തബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയ ഗുരു ശിഷ്യരോട് പറയുന്ന ചില ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞൊരു 33 അധ്യായമുള്ള ഒരു കിതാബുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം ഉസ്താദ് പറയുന്ന വളരെ അടുത്തൊരു മനോഹരമായ വാക്ക്, നമ്മുടെ ഉള്ളിലൊക്കെ വസന്തം വിരിയാൻ പറ്റിയ ഒരു വാക്കാണ് ശേഷം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തവസ്ഥയിൽ നമ്മൾ കൂടെ റസൂലുണ്ട്. നമ്മൾ നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കാനും നമ്മൾ തിന്മ ചെയ്യുമ്പം അതിനെ ഓർത്ത് ഖേദം പ്രകടിപ്പിക്കാനും റസൂലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൂടെ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം ഞാൻ മനസ്സിലാകുന്ന ഈ ഫലസ്തീനികളുടെ ഒരു അമ്നി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സാധനം ഇതായിരിക്കും, എൻ്റെ കൂടെ റസൂലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആ ഒരു മനസ്സമാധാനം ഉണ്ട് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ചിലപ്പോൾ അത് നമ്മളെ അടുത്തുള്ള ഒരു കൂട്ടുകാരനായിരിക്കും, നമ്മൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതായിരിക്കും. കോളേജുകൾക്ക് ഇപ്പം സജീവമായിട്ട് ഇപ്പോൾ ലിസണിങ് കമ്മ്യൂണിറ്റികൾ വരെ, അങ്ങനത്തെ കമ്മ്യൂണിറ്റികൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനായിട്ട് അവർ അതിലുള്ള അംഗങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളൊരു ബുദ്ധിമുട്ട് പറയട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകൾ തീരട്ടെ, ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉള്ള, എല്ലാവരും നന്നാവണം, എല്ലാവരും രക്ഷപ്പെടണം, ഇതൊക്കെ രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷയുള്ള ഒരു സമൂഹം ഇവിടെ വളരെ സജീവമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സജീവമാകുന്നതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെ കഴിയും, അവരേത് ഫീൽഡിലാണ് ഉള്ളത്, ആ ഫീൽഡിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ വിപ്ലവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനോട് തന്നെ കൂട്ടി വെക്കേണ്ടത് പുതിയ തലമുറ, നേരത്തെ പറഞ്ഞ ആ പൊളിറ്റിക്കലായിട്ട് ചിലർക്ക് ഉണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ശരിയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു കോളേജിൽ ഒരു സംസാരത്തിൽ ബഷീറുമായി ബന്ധപ്പെട്ട ഒരു സംസാരം ഉണ്ടായ സമയത്ത് അതിലൊരു കുട്ടി ഒരു സംശയം ചോദിച്ചു. ഇപ്പം ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംശയം കുട്ടി ചോദിച്ചത്, ഒരു പുതിയൊരു മലപ്പുറം റാപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു റാപ്പറുടെ ഇൻ്റർവ്യൂ കണ്ടതാണ് ഈ കുട്ടി. അതിലയാൾ പറഞ്ഞത്, ഞാൻ വായിച്ചലൊന്നുമില്ല, ഞാൻ വായിച്ചിട്ടൊന്നല്ല എഴുതുന്നത്, എന്നിട്ടും എനിക്ക് ഈ പ്രാസത്തിൽ ഇതൊക്കെ ഒപ്പിച്ച് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള അയാളതൊരു അഭിമാനവാക്കായിട്ട് പറഞ്ഞ കാര്യമായിരിക്കും. ഞാൻ അങ്ങനെ വായിച്ചലൊന്നുമില്ല എന്നിട്ട് ഞാൻ എഴുതലുണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. ഈ കുട്ടി ചോദിച്ച ചോദ്യം, അപ്പോൾ ഉസ്താദ് നമ്മളിപ്പോൾ പറയലുണ്ടല്ലോ 100 പുസ്തകം വായിച്ചാലേ ഒരു ലേഖനം എഴുതാൻ പറ്റുമോ, പൊളിഞ്ഞില്ലേ, ഒരു സാധനം വായിക്കാതെ ഒരു മനുഷ്യനാണല്ലോ ഇത്ര മനോഹരമായിട്ട് കവിത ലിറിക്സ് എഴുതുന്നതെന്നുള്ള തിരിച്ച് കുട്ടി ചോദിച്ചു. അപ്പം അയാൾ സത്യം പറഞ്ഞാൽ വായിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇൻബോണായിട്ട് ഇത് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം പറയുമ്പോഴും അല്ലെങ്കിൽ അഭിമാനം പറയുമ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ കുട്ടി അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉൾക്കൊള്ളുന്നത്. വായിക്കണം എന്നില്ല എന്നുള്ളൊരു സാധനമാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു ഇൻഫ്ലുവൻസറായി അല്ലെങ്കിൽ കുറച്ച് ഫാൻ ഫോളോവിംഗ് ഒക്കെ ഉള്ളൊരു മനുഷ്യനായി തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ 4 ആൾ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ നോക്കുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്തെങ്കിലും നമ്മൾ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് ഇത് എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ, എൻ്റെ ശ്രോതാക്കളെ ബാധിക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇതിനെ സ്വീകരിക്കുക എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ചിലതില്ലാത്തതിൻ്റെ പേരിലും കൂടിയാണ് ശരിക്ക് ഇവിടെ നിരാശകൾ പടരുന്നത്, അല്ലേ? അവർ പറഞ്ഞത് നമ്മൾ സമരം ചെയ്താൽ ഇതൊക്കെ വിജയിക്കുമെന്ന് പറഞ്ഞ് ചില പ്രസംഗങ്ങൾ സത്യം പറഞ്ഞാൽ അതോടുകൂടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സമരത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇത് തീരാൻ പോവാണെന്നുള്ളൊരു സാധനം കൂടിയാണ്. നമ്മളിത് ചെയ്തില്ല, അടുത്തൊരു തലമുറ ഇത് ചെയ്യും. നമുക്ക് ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് ശേഷമുള്ള ഒരു തലമുറയ്ക്ക് ഇതൊരു ബാധ്യതയാവരുത്. ഉണ്ടല്ലോ, നമ്മൾ ചെയ്തില്ല, അതുകൊണ്ട് അടുത്തൊരു തലമുറ ഇത് ഏറ്റുപിടിക്കേണ്ടി വരിക
എന്നുള്ളൊരു ഭാരം അവർക്ക് നമ്മൾ സമ്മാനിക്കരുത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആണല്ലോ അടുത്തൊരു തലമുറക്ക് നമ്മൾ ബാക്കി വെക്കുക എന്നുള്ള സാധനം, മരം ഉപയോഗിക്കാറുള്ളത് ഉപയോഗിച്ചിട്ട് അതെ വരും തലമുറക്ക്, കാരണം അവർക്കും ആവശ്യങ്ങളുണ്ട്. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ ഒരു സമയം കൂടിയാണല്ലോ. ഭൂമിയുടെ അവകാശികൾ ബഷീർ തന്നെ പറയുന്നത് ഇവിടെ മനുഷ്യൻ ഇതിലൊരു അംഗം മാത്രമാണ്. അല്ല, സച്ചിദാനന്ദ സാറും ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു സമൂഹത്തെ നോക്കിയിട്ടാണല്ലോ അവസാനം ഇങ്ങനെ പറയുന്നത്, പൂക്കളെ കുറിച്ച് പാടാവുന്ന ഒരു കാലം വരും, അന്ന് എല്ലാ മനുഷ്യരും കവികളാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ചേർത്തേക്കാറ്റ് നെരൂദന്റെ വേറെ സാധനം കൂടി ഓർമ്മ വരുന്നത്, പിന്നെ നിങ്ങൾക്ക് പൂക്കൾ അർത്ഥം മാറ്റാൻ പറ്റിയേക്കും, പക്ഷെ വസന്തത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. പൂക്കൾ ഇരിഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് എത്ര പൂക്കളെ പറിച്ചു കളയാൻ കഴിയും? അതൊക്കെ ഒരു പരിധിയുണ്ട്, വസന്തം വരും. ഇതിന്റെ ഉദാഹരണങ്ങളാണ് ശരിക്കും നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മളെ പ്രതീക്ഷകളെ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് പല ആളുകളും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മനഃപൂർവ്വം ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവരുദ്ദേശിക്കുന്ന അതല്ല, അതെ അവരുടെ അജണ്ട വേറെ ആയിരിക്കും, പക്ഷെ അതെ നടക്കുന്നത് അതാണല്ലോ. പക്ഷെ അതിനൊക്കെ തള്ളി മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പല ഉദാഹരണങ്ങളും നമുക്കിങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പലസ്തീനിലുള്ള ആളുകളുടെ പ്രതിരോധം നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റം തന്നെ പറയണം. കാരണം അങ്ങനെയുള്ളൊരു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് ഇങ്ങനെയൊരു റിസൾട്ട് വരുന്നത്. അപ്പം അത് നമുക്ക് ആ രൂപത്തിൽ അതിനെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ശരിക്കും അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവർ ചിലപ്പോൾ വളരെ നേരത്തെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. കാരണം അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കാലം അല്ലെങ്കിൽ യുഗം എന്ന് പറയുന്നത് ആ രൂപത്തിലാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം അതുകൂടെ അവർക്ക് വലിയൊരു പ്രതീക്ഷ കൂടിയാണ്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ അല്ല, ഇതിന് മുമ്പോട്ടേക്ക് ഇനിയും ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത, നിങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഭാഗം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടെ ശരിക്കും ഇത് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകം ഇവിടെ വരെ എത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ നന്മ, ഒരുപാട് ആൾക്കാർ ഇവിടെ പിന്നെ വിത്തിട്ട് നനച്ച് ഒക്കെ വന്നിട്ട് തന്നെയാണ് ഈ തോട്ടം ഇവിടെ എത്ര വളർന്നു വന്നത്. നമുക്ക് ചെയ്യാനുള്ളത് ഈ തോട്ടത്തെ നമ്മളാലാകും വിധം നോക്കി പരിപാലിക്കുക എന്നുള്ളതാണ്. പൂക്കൾ വിരിയാനുള്ള ചെടികളെങ്കിലും ഇവിടെ ബാക്കി വെച്ച് അടുത്ത തലമുറക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കാകുന്നത് ചെയ്യുക, പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നെരുത പറഞ്ഞ പോലെ വസന്തം വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പലരും പൂക്കൾ പറിച്ചേക്കാം, പൂക്കൾ ഇനിയും ചിലപ്പോൾ പറിക്കപ്പെട്ടേക്കാം, പക്ഷെ അതുകൊണ്ട് വസന്തത്തെ തീരും, കാട് മുഴുവൻ പിഴുതെറിയപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട. ആ പ്രതീക്ഷയെ നമുക്ക് ഈ പ്രാവശ്യം 31ാമത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിലൂടെ ആഘോഷിക്കാം. ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ്.